ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തായിരുന്നു ഈ പാടത്ത് വന്ന് നിൽക്കണതെന്ന്. അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പാടുമായി ബന്ധപ്പെട്ടതാണ്. മലയാളികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ചോറ്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതെ നമുക്ക് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ ചോറുണ്ടാക്കാനായിട്ടുള്ള അരി എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും നമ്മൾ അരി കാണുന്നത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴായിരിക്കും അരി കാണുന്നത്. എന്നാൽ അരി എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ ഉള്ള ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അരി ഉണ്ടാക്കുന്നതിന് ശരിക്കും പല സ്റ്റേജുകളുണ്ട്. അത് വിത്ത് മുളപ്പിക്കണം, അങ്ങനെ പല സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ നെൽകൃഷി നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ആ നെൽകൃഷിയുടെ പല സ്റ്റേജുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് നെല്ല് നേരിട്ട് കൊണ്ടുപോയി പാടത്ത് വിതയ്ക്കുകയാണ് എന്നാണ്. പക്ഷെ അതിനു മുന്നേ അത് ഇങ്ങനെ നനച്ച് മുളപ്പിക്കണം എന്നുള്ളതൊക്കെ അതൊരു പുതിയ അറിവാണ് എനിക്ക്. അതിന് ശേഷം നമ്മൾ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞാല് മേലെ പൊന്തിരിക്കണ പതിരേന്ന് പറയും. അത് നല്ല വിത്തല്ല, അത് എടുത്ത് കളയും. ഇത് കളഞ്ഞ ശേഷം വെള്ളം മേലെ പൊന്തിരിക്കുന്നത് കാരണന്മാര് പറയുന്നതേ വിത്തിന്റെ 1 മണി പോലും കളയരുത്. ചിലപ്പോ ആ പോയ മണിയിലാവും ഇതിന്റെ ഐശ്വര്യം മുഴുവൻ കിടക്കണം. അത് കാരണം കൊണ്ട് 1 മണി പോലും കളയരുതെന്നാണ് പറയുക. കേൾക്കണ്ട, അവനിക്ക് മനസ്സിലാവണ്ട. പൊന്തിക്കിടക്കുന്ന പതിരി ഊറ്റിക്കളയും. അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വെള്ളം അല്പം കൂടെ ഒഴിച്ച് 24 മണിക്കൂർ വെള്ളത്തിലിടും. പൊന്തിയ പതിരി ഈ പാത്രം കൊണ്ട് എടുക്കുമ്പോൾ പതിരി പോകുന്ന വെള്ളം അതിലേക്ക് തന്നെ ചോർന്ന് പോകും. അതുണ്ടാവും ആ പാത്രം. അത് കഴിഞ്ഞ് നാളെ കാലത്തേക്ക് അപ്പൊ ഇത് അല്പം പുഷ്ടിക്കും. നാളെ കാലത്തേക്ക് കട കൂട്ടിയിട്ട് കടയിലിടും. ഇവിടെ തന്നെ ഇടും. എന്നിട്ട് നന്നായി മുളച്ച് ചെറിയ മച്ച വരയാളുമ്പോ ചെറുതായി വേരാവും, വൈറ്റ് വെള്ള കളറിന്റെ. അപ്പൊ പാടത്തോണ്ട് വരും. പാടത്താ 4 ദിവസം. പതിരി കുറ്റി കഴിഞ്ഞ ശേഷം അരി ഇടുന്നു. മൂടി വയ്ക്കാൻ വല്ല കാക്കകളോ കോഴിയോ ഒന്നും കൊത്താതിരിക്കണം. എന്നിട്ട് മൂടും. നാളെ കാലത്ത് എടുത്ത് പുറത്തേക്ക് തട്ട് കൂട്ടിയിട്ട് അതിലിടും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പൊ ഇത് വാഴപ്പിണ്ടി കൊണ്ട് തട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്? വാഴയുടെ ഇല പരത്തും. എന്നിട്ട് നമ്മൾ ഇന്നലെ നനച്ചു വെച്ച വിത്ത് ഇതിലേക്ക് ഇടും. ഒന്നുകൂടി വിത്ത് നനച്ചിട്ട് അതിന്റെ മുകളിൽ തേക്കിന്റെ ഇല വെച്ചിട്ട് നമ്മൾ നനച്ച് കവഴും. നമ്മൾ എന്തിനാ അതിന്റെ ഉള്ള ഇല വെച്ചിട്ട് ഇല വെച്ചില്ലെങ്കിൽ സിമെന്റിൽ വിത്ത് വീണ് കഴിഞ്ഞാല് ചില വിത്ത് കല്ലച്ച് പോകും, മുളക്കില്ല. കല്ലയ്ക്കാന്ന് പറഞ്ഞാൽ മുളക്കില്ല. അപ്പൊ അത് സിമെന്റിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല. അപ്പൊ നമ്മള് ഇല വെച്ച് കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ നനച്ചു വെച്ച വിത്ത് ഇടാൻ പോവാണ്.
വിത്ത് ഇടണം. ഇപ്പൊ നമ്മൾ മൊത്തം എത്ര കിലോ വിത്തുണ്ട്? ഇത് 37 കിലോ വിത്തുണ്ട്. 37 കിലോ വിത്തുണ്ട്. ഒരു ഏക്കറയ്ക്ക് 25 കിലോനാണ്. ഒരു ഏക്കറയ്ക്ക് 25 കിലോ എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക് അല്ലേ? അപ്പൊ ഇത് ഏകദേശം ഒരു 1.5 ഏക്കർ. 1.5 ഏക്കർ. 1.5 ഏക്കറയ്ക്കുള്ള വിത്തുണ്ട്. അതിട്ടാണ് നമ്മൾ നനച്ചിരിക്കണേ. ഇത് എവിടുന്നാ ശരിക്കും ഈ വിത്തൊക്കെ നമുക്ക് കിട്ടുന്നത്? കൃഷി ഓഫീസിൽ നിന്ന്. കൃഷി ഓഫീസിൽ നിന്ന്. ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ? ഉമ. അതിൽ ഓരോ വെറൈറ്റികളായിരിക്കും അല്ലേ? ഉമയ്ക്ക് എന്താ പ്രത്യേകത? ആദ്യം ട്രീറ്റ്മെന്റ് വേണ്ട, ഈ അസുഖങ്ങൾ വരില്ല. നല്ല തിരക്കില്ലാത്ത വിളവ് കിട്ടും. കൃഷിഭവനില് പലതരം വിത്തുകൾ ഉണ്ടായിരിക്കും. ഈ ഏരിയയിലേക്ക് കൂടുതലായിട്ട് ഉമയ വരുന്നത്. പിന്നെ ഇത് തവിടുള്ള അരിയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഈ തടത്തിൽ ഇത് എത്ര ദിവസം അങ്ങനെ വെക്കണം നമ്മള്? 4-5 ദിവസം. അത് കാലാവസ്ഥ പോലെ ഇരിക്കും. തടവാണെങ്കിൽ പെട്ടെന്നാവും, ചൂടാണെങ്കിൽ 1-2 ദിവസത്തിന് വ്യത്യാസം വരുന്നു. ഈ മഴക്കാലം കൊണ്ട് നമുക്ക് 5 ദിവസം എങ്ങനെ വെക്കേണ്ടി വരും? 5 ദിവസം എടുക്കും അതിന്റെ മുള പൊട്ടി വരാനായിട്ട്. മുള പൊട്ടി വന്നാ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് വിതയ്ക്കും. മുള പൊട്ടി ഒന്ന് പച്ചപ്പാവണയാണ്ട് മുമ്പ് നമ്മള് മണ്ണിൽ കൊണ്ടിടും. കണ്ടെത്തല് ഇത് നമ്മള് തേക്കിന്റെ ഇല വെച്ചിട്ട് മൂടി വെക്കാൻ പോവാണ്. ഇതിന്റെ മേലെങ്കിൽ ചണച്ചാക്കും വെക്കണം അല്ലേ? നനച്ചിടും. അപ്പൊ ആ ചൂട് കൊണ്ട് അത് ഇരുന്നിട്ട് അത് പിന്നെ രാവിലെയും വൈകിട്ടും നമ്മളത് നനച്ചു കൊടുക്കണം. അപ്പൊ ആ ചൂടത്ത് ഇരുന്നിട്ട് ഒരു 5-6 ദിവസം ആകുമ്പോഴത്തേക്ക് അത് മുള പൊട്ടി. അല്ല, മുള 3-4 ദിവസത്തേക്ക് പൊട്ടും. 3-4 ദിവസത്തേക്ക് പാകമായിട്ട് മണ്ണിലിടേണ്ട പാകമാകുമ്പോ 5-6 ദിവസം. 5-6 ദിവസം ആകുമ്പോഴേക്കും അത് വിതയ്ക്കാനുള്ള പാകത്തിലാവും. തേക്കിൻ്റെ ഇലയും ചണച്ചാക്കും വാഴേൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായി മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇന്ന് വൈകുന്നേരം പിന്നെ നാളെ രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോഴേക്കും 3-ാം ദിവസം ആകുമ്പോഴേക്കും അത് മുള പൊട്ടാൻ തുടങ്ങും. ഒരു 5-6 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് വിതയ്ക്കാനുള്ള പാകത്തിലുള്ള വിത്തായി അത് മാറിയിട്ടുണ്ടാവും. മുളപ്പിച്ച വിത്ത് നമ്മൾ പാടത്തേക്ക് കൊണ്ടുപോകണം. ചൊവ്വാഴ്ചയാണിത് മുളയ്ക്കാനിട്ട്. ഇന്ന് വെള്ളിയാഴ്ചയായി. അപ്പോൾ 4 ദിവസമായി. ഇനി മണ്ണിൽ കൊണ്ടുപോയി ഇതോട് തൈക്കളാവാൻ ഞാറാവാണ്. ഇതാണ് ഞങ്ങളുടെ പാടം. ഇവിടെയാണ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത്. അപ്പൊ അതായത് വിത്ത് വിതയ്ക്കാനുള്ള ഇടം ശരിയാക്കി എടുക്കുകയാണ്. അപ്പൊ അതാണ് ഈ കാണുന്നത്. പിന്നെ ഇതാ നമ്മള് വീട്ടില് മുളപ്പിച്ചെടുത്ത വിത്ത് വിതയ്ക്കാനുള്ള സൗകര്യത്തിന് ആദ്യം ഒരു കൊമ്പോറം അല്ലെങ്കിൽ മുറത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം അത് നമ്മളിതാ ഈ പാകാക്കി എടുത്തിട്ടുള്ള ഈ പാടത്ത് വിതയ്ക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് വിത്ത് വിതയ്ക്കൽ.
അപ്പൊ വിത്ത് വിതച്ചിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇപ്പൊ ഞാറായി മാറിയിട്ടുണ്ട്, ഞാറായി വന്നിട്ടുണ്ട്. എന്റെ ശരിക്കുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ 24 അല്ലെങ്കിൽ 30 ദിവസത്തിന്റെ ഉള്ളില് ഈ ഞാറ് പറിച്ചു നടണം. അപ്പൊ ഈ ഞാറ് പറിക്കുന്നതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ ഞാറ് ഇങ്ങനെ പറിച്ച് ചെറിയ കെട്ടുകളാക്കി അവര് തുമ്പ് പൊട്ടിച്ച് ചെറിയ കെട്ടുകളാക്കി വെക്കുന്നുണ്ട്. നടാനുള്ള സൗകര്യത്തിനാണ് എന്നാണ് തോന്നുന്നത്. അപ്പൊ ശരിക്കും നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. നമ്മള് പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോ ഇത് കാണുമെങ്കിലും അതൊന്നും കണ്ടു നിൽക്കാനുള്ള ക്ഷമ ഞാൻ ഉൾപ്പെടെ ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും ഇല്ല. അപ്പൊ പക്ഷെ അത് ശരിക്കും നല്ല രസമാണ്. ഇങ്ങനെ ഇപ്പൊ ഞാനും ഇങ്ങനെ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അവരത് ചെയ്യുന്നത് കാണാനായിട്ട്. ഇപ്പൊ നാട് ശരിക്കും 2 രീതിയിലുണ്ട്. ഒന്ന് നമ്മള് സാധാരണയായിട്ട് കണ്ടുവന്നിരുന്ന രീതി എന്ന് പറഞ്ഞാല് ഞാറ് പറിച്ച് നടുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ന് കുറച്ചുകൂടിയും കാണുന്നത് മിഷൻ ഉപയോഗിച്ചിട്ട് ഉള്ള നടലാണ്. എന്താ വെച്ചാൽ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറേ വലിയ പാടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീർക്കാം എന്നുള്ള രീതിയിൽ മിഷൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് പലയിടത്തും നടുന്നത്. അപ്പൊ അതിന് ചെറിയൊരു വ്യത്യാസം, നമ്മൾ സാധാരണ രീതിയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതിന്റെ വിത്ത് വിതയ്ക്കുന്നതിനും ആദ്യം ഒരു ചെറിയ പോളിത്തീൻ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് അതിന്റെ മേലെ മണ്ണ് ഇട്ടിട്ടാണ് നമ്മൾ അതിന്റെ മേലെയാണ് വിത്ത് ഇടാറ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് അത് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിട്ട് അതിങ്ങനെ അവർ അതിന് എടുക്കുന്നത് മെഷീൻ ഉപയോഗിച്ചിട്ട്. അപ്പൊ അത് മുളപ്പിക്കുന്ന രീതിയും മുളപ്പിക്കുന്നല്ല വിത്ത് ഇടുന്ന രീതിയിലും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഷീൻ ഉപയോഗിച്ചുള്ള നടലാണ് കാണിക്കുന്നത്. ഇപ്പൊ നടല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും കതിര് വന്നു തുടങ്ങും. പിന്നെ 1 മാസം കഴിയുമ്പോഴേക്കും അത് കൊയ്യാനുള്ള പാകമാവും. അപ്പോ അതൊക്കെയാണ് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങള്. ഇത് ഇപ്പൊ നടലും അല്ലെങ്കിൽ ഞാറ് പറക്കലൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവാം. എന്നാൽ അതിന് മുന്നുള്ള പല സ്റ്റേജുകളും പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അറിയുന്നവരുണ്ടായിരിക്കാം, എന്നാൽ അറിയാത്തവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോ വീഡിയോ ഇഷ്ടമായവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.